ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ടാറ്റയുടെ ഏറ്റവും പുതിയ സ്റ്റാർ ബസ് അൾട്രയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ഫീച്ചേഴ്സ് ആയിട്ടാണ്, വിശേഷങ്ങളായിട്ടാണ് നമ്മൾ വന്നാണ്. ഒന്ന് നോക്കിയാലും നമ്മുടെ വണ്ടി ഏനുണ്ട് ഇതേടാ മുതല്. ഗൈസ്, ഇതാണ് ടാറ്റയുടെ ഏറ്റവും പുതിയ LPO 13.16 മാർക്കപ്പോളോ ബസ് കേട്ടാ. കിടില സാധനമല്ലേ, 40 സീറ്റർ കേട്ടാ. ഫ്രണ്ടിൽ ഒരു കർവ്ഡ് ചില്ല് വരുന്നുണ്ട്. ഏറ്റവും മുകളിലൊരു ഹിഡൻ മിററൊക്കെ കാണാം. റൈറ്റ് സൈഡിൽ നമ്മുടെ ഒരു കൊമ്പ് പോലെ 2 മിറേഴ്സ് ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടാ. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. വാഹനത്തിൻ്റെ വൈപ്പേഴ്സൊക്കെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നിൽക്കണത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ക്വാളിറ്റി കിട്ടുന്നുണ്ട് മഴയൊക്കെ വരുമ്പോഴേ. പിന്നെ ഇവിടെ ഫ്രണ്ടിൽ മാർക്കപ്പോളോ എന്നുള്ളൊരു ബാഡ്ജിങ് കാണാം, ക്രോം ഫിനിഷിൽ. അതിൻ്റെ താഴെ ഒരു ഹണിക്കോം ഗ്രില്ല് വരുന്നുണ്ട്. പിന്നെ ഒരു ടാറ്റയുടെ ഒരു കിടില ലോഗോ കാണാം. അതിൻ്റെ താഴെയും ഒരു ഹണിക്കോം ഗ്രില്ല് പോകുന്നുണ്ട് കേട്ടോ. താഴെ ബ്ലാക്ക് ഫിനിഷ് പോകുന്നുണ്ട് കണ്ട. ഈ ഒരു ഹണിക്കോം ഗ്രില്ല് ഏകദേശം മഴയൊക്കെ പെയ്യണോണ്ടാണ് ഈ ഒരു ലെവലിൽ വണ്ടി കിടക്കണത്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ യൂണിറ്റ് പറയുമ്പോൾ 3 ഡോട്ട് ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. നമുക്ക് ഇതിൽ ഇൻഡിക്കേറ്റർ കാണാം, നോർമൽ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്, താഴെ ഒരു DRL വരുന്നുണ്ട്. എന്തിട്ടാ ഭംഗിയില്ല അതിൻ്റെ ആ ഒരു ക്വാളിറ്റി ഒക്കെ നോക്കി. ഹെഡ്ലൈൻ്റെ താഴെ ഫോഗ് ലാമ്പ് വെക്കാനുള്ള ഒരു യൂണിറ്റ് വരുന്നുണ്ട്. ഇത് നമ്മുടെ തൃശ്ശൂറുള്ള അബ്രിക്കോ മോട്ടോഴ്സിൻ്റെ അബ്രിയോൺ 40 എന്ന് പറഞ്ഞുള്ളൊരു മോഡലാണ്. ആദ്യമായിട്ടാണ് കേരളത്തിൽ നമ്മുടെ തൃശ്ശൂരിൽ ഇങ്ങനത്തെ ഒരു വണ്ടി ഇറക്കണത്. ഈ വാഹനം നമുക്കൊരു ടൂർ പർപ്പസ് ആയിട്ടും അതുപോലെ തന്നെ സ്കൂൾ യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു ഭാഗം നമുക്ക് തുറക്കാൻ പറ്റും. ഇവിടെ നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റും സിമ്പിൾ ആയിട്ടുള്ള രീതിക്ക്. പ്രഷർ മീറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 2-3 ടൈപ്പുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഈ വാഹനം യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് സ്കൂൾ പിള്ളേർ, അതേപോലെ തന്നെ കല്യാണം, നമ്മുടെ ടൂർ പർപ്പസും കാര്യങ്ങളൊക്കെ നടക്കും. 37 ലക്ഷം രൂപയ്ക്ക് സാധനം മുതലാണ്. ഫുൾ ഫ്ലഡ്ജോട് കൂടിയിട്ടാണ് സാധനം നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. ഒരു ചേസ് എടുത്ത് കൊണ്ടുപോയിട്ട് പണിത് ഇരട്ടി കാശ് നമ്മുടെ കയ്യിൽ നിന്ന് പോകണോളം ഭേദമാണ് ഇങ്ങനെ. അതിൻ്റെ മുകളിൽ ഒരു ലൈറ്റൊക്കെ കാണാടാ. ഇതാണ് വാഹനത്തിൻ്റെ ഓവറോൾ ലെങ്ത്ത്. ഇങ്ങനെയുണ്ട് ലെങ്ത്ത് 10.5 മീറ്റർ ആട്ടെ ഇവൻ്റെ മൊത്തം ലെങ്ത്ത് എന്ന് പറയാൻ. നമ്മൾ ഈ ക്യാമറയോടെ നിങ്ങൾക്ക് എന്തോരം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. അത്യാവശ്യം നല്ല വലുപ്പം തന്നെ ഉണ്ട്. ഈ ഒരു ഭാഗം നമുക്ക് തുറന്നു നോക്കുമ്പോഴാണ് നമ്മുടെ വൈപ്പറിൻ്റെ വെള്ളം ഫില്ല് ചെയ്യാനുള്ള ഒരു ടാങ്കൊക്കെ കാണാൻ സാധിക്കും. വാഹനത്തിൻ്റെ ചുറ്റിലും കുറേ ഹിഡൻ പ്ലേസസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഓരോന്ന് നോക്കാം. ഈ ഒരു ഭാഗത്ത് ചവിട്ടിയിട്ട് വേണം നമ്മുടെ ഡ്രൈവർ സീറ്റിലേക്ക് കയറാനായിട്ട്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. പക്ഷെ കാണുമ്പോൾ നമുക്കൊരു ലോ ഫ്ലോർ ബസ്സൊക്കെ ആയിട്ട് തോന്നും. അടയ്ക്കുമ്പോൾ ആ ഡോറിൻ്റെ ക്വാളിറ്റി ഒക്കെ ഓക്കെ. പിന്നെ ഈ ഒരു ഭാഗത്തൊരു ഹിഡൻ സ്പോട്ട് ഉണ്ട്, ഞാൻ തുറന്ന് കാണിച്ചു തരാം. നമ്മുടെ എയർ ഫിൽറ്റർ ഇരിക്കുന്നുണ്ട് ഇവിടെ കണ്ട. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ എയർ ഫിൽറ്റർ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ താഴെ സിമ്പിളായിട്ടാണ് ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചാണ്. അത് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കണം. ഓരോന്നിനും ഓരോ ചാവിയും കാര്യങ്ങളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ കാണാം, കിടില ഇൻഡിക്കേറ്റർ. ബാക്കിൽ വരുന്ന ആൾക്കാർക്ക് സിമ്പിളായിട്ട് കാണാൻ പറ്റുന്ന രീതിക്കാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ്. ഇവിടെ സ്റ്റാർ ബസ് എന്ന് എഴുതിയിട്ടുണ്ട് ടാറ്റ. അതിൻ്റെ ഒരു ഗ്രാഫിക്സ് പോയിട്ടുണ്ട് ആ ഒരു ബ്ലൂ തീമിൽ. ഇവിടെ ഒരു എമർജൻസി എക്സിറ്റിൻ്റെ ആ ഒരു വിൻഡോ കാര്യങ്ങളും കാണാൻ പറ്റും. ഈ വാഹനം AC ആയിട്ടും അല്ലാത്ത രീതിയിലും ഓടാൻ പറ്റും. അതിനാണ് സ്പ്ലിറ്റ് വിൻഡോസ് വന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് നോക്കിയേ. ബാക്കിൽ വരുന്ന ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു കർവ് ചെയ്ത് വന്നതാണ്. പിന്നെ ഈ ഒരു ഭാഗം ഞാൻ കാണിച്ചു തരാം എന്താണ് താഴെ. നമ്മുടെ LNG വെച്ചിട്ട് വേണം തുറക്കാനായിട്ട്. LNGയുടെ ആ ടൂൾ കിറ്റിൽ നിന്ന് LNG എടുത്തിട്ട് തന്നെ സാധനം എടുത്തിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കി നോക്കാം അതെന്താ സംഭവം. ഇതിങ്ങനെ ഇട്ടിട്ട് റൈറ്റിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മതി. ജസ്റ്റ് ഇങ്ങനെ 2 സൈഡും തിരിച്ചിട്ട് വേണം തുറക്കാനായിട്ട്. നമ്മൾ കീട്ട് തിരിക്കണ പരിപാടി ഇല്ല. തുറന്ന് നോക്കിയിട്ട് നമുക്ക് എന്താ നോക്കി നോക്കട്ടെ. അത് തുറക്കാം. അതെ ഗൈസ്, വാഹനത്തിൻ്റെ ഡെഫിടാ നമ്മുടെ ആഡ് ബ്ലൂവിൻ്റെ ടാങ്കും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അത് അതേപോലെ തന്നെ അടച്ച് സൂക്ഷിച്ച് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ വാഹനം ഓടുമ്പോൾ കടകടാന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. നമ്മളതൊക്കെ അടച്ച് ആ ഒരു ബ്ലാക്ക് ഒരു കൊളുത്ത് അവിടെ ഇടണം. നമ്മൾ കിട്ടിയ സ്ഥലത്ത് തന്നെ LNG വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി എന്തൊക്കെയാണുള്ളത് നോക്കാം. എന്തിട്ടാ നീളല്ലേ വാഹനത്തിൻ്റെ. ഈ ഭാഗത്താണ് നമ്മുടെ ഡീസൽ ടാങ്ക് വരണേ. കണ്ടതാണ് ഡീസൽ ടാങ്ക്. ഏകദേശം 160 ലിറ്ററിൻ്റെ അടുത്താണ് വാഹനത്തിൻ്റെ ഡീസൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. വാഹനത്തിന് ഇത്രയും ലെങ്ത് ഉണ്ടെങ്കിലും സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കി. വാഹനം അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. സ്റ്റിയറിങ്ങും അതുപോലെ ഡ്രൈവറിൻ്റെ കോക്പിറ്റും കാര്യങ്ങളൊക്കെ. ബാക്കിൽ ഒരു അൾട്ര എന്നുള്ള ഒരു സ്റ്റിക്കറിങ് ആണ്, അതിൻ്റെ ഒരു ഗ്രാഫിക്സും വരുന്നുണ്ട്. ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് കർവ്ഡ് അല്ല കേട്ടോ. 17.5 ഇഞ്ചിൻ്റെ റേഡിയൽ ടയേഴ്സാണ് വാഹനത്തിന് വന്നതാണ്. സൈഡ് പ്രൊഫൈലൊക്കെ ജില്ലായിട്ടുണ്ടല്ലേ. ബാക്കിലത്തെ ലെങ്ത് അടിപൊളിയുണ്ട്. ഇവിടെ ഒരു എമർജൻസി എക്സിറ്റ് ഒക്കെ കാണാൻ പറ്റും. അവിടെ ഒരു ഹാൻഡിലും വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് അബ്രിയോൺ 40 എന്നുള്ള കമ്പനിയുടെ സ്റ്റിക്കറിങ് ഒക്കെ വരുന്നത്. ഇനി നമുക്ക് ബാക്ക് സൈഡിലേക്ക് ഒന്ന് നോക്കിയാലോ. ഇവിടെ നമുക്കൊരു ലഗേജ് സ്പേസ് കാണാം. മുകളിൽ നിന്ന് തന്നെ നോക്കുമ്പോൾ ആ ബ്രേക്ക് ലൈറ്റ് മുകളിൽ കാണാണ്ട് 2 ഡോട്ട് പോലെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു എമർജൻസി എക്സിറ്റ് എഴുതിയുള്ള സ്റ്റിക്കറിങ് സെൻറ്ററിൽ കാണാം. താഴെ സെൻറ്റർ ഭാഗത്തായിട്ടും ഒരു ബ്രേക്ക് ലൈറ്റിൻ്റെ ഒരു ചെറിയൊരു പാനൽ വരുന്നുണ്ട് കണ്ട. പിന്നെ ഒരു റെഡ് സ്റ്റിക്കറിങ് പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ടാറ്റ എന്നുള്ള ബാഡ്ജിങ് കാണാം. ഇത് ഡോറ് തുറക്കാനുള്ളത് ബാക്കിലത്തെ മാർക്കപ്പോളോ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റ് ഹോൾഡർ, റിവേഴ്സ് സെൻസേഴ്സ് വരുന്നുണ്ട് കേട്ടോ ബാക്കിൽ.
ഒരു ന്യൂ ജനറേഷൻ ബ്രേക്ക് ലൈറ്റ് ആണ്. ഒരു കിഡിലൻ പെട്ട സാധനമില്ലേ, ഒരു ഫ്രീക്ക് സാധനമായിട്ടുണ്ട്. ഫുൾ LED ലൈറ്റുകളാണ് ബാക്കിൽ വരുന്നത്. ഒരു ട്യൂബും കാണാം നമുക്ക്, ആ ഒരു റാ ഷേപ്പിലുള്ളത്. എന്തുട്ടോ ക്വാളിറ്റിയില്ല, അടിപൊളിയില്ലേ. അത്യാവശ്യം നല്ല മഴയൊക്കെ വേണ്ട. ഇവിടെ നമ്മുടെ കുറച്ച് നീട്ട് ഇതേ കണ്ട സ്പെയർ വീല് വെക്കാനുള്ളൊരു കണ്ട പൊസിഷനാണ് ഇവിടെ. നമ്മുടെ അഴിക്കാനുള്ള ഒരു പൊസിഷൻ ഇത് തന്നെയാണ്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ ലഗേജ് സ്പേസും അതുപോലെ തന്നെ 24 വോൾട്ടിൻ്റെ 2 ബാറ്ററി ബാക്കപ്പാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്, ഈ യൂണിറ്റിൻ്റെ അകത്ത്. ഫ്രണ്ടും ബാക്കിലും പാരാബോളിക് സസ്പെൻഷനാണ് വരുന്നത്. ലീഫ് സ്പ്രിങ്സ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് അത്യാവശ്യം ഒരു ലോ ഫ്ലോർ പോലെയൊക്കെ ഉണ്ട് അല്ലേ. അതായതാണ് ഞാൻ പറഞ്ഞത് 17.5 ഇഞ്ചിൻ്റെ റേഡിയൽ ടയർസ് ആണ് വരുന്നത്. ലോ ഫ്ലോർ പോലെ തന്നെയാണ് കണ്ട, സിമ്പിളായിട്ട് കയറാൻ പറ്റും. ഒരു 3 സ്റ്റെപ്പോട് കൂടിയിട്ട് ആദ്യക്ക് കയറി വരുമ്പോൾ ഫസ്റ്റ് ഒരു സിംഗിൾ സീറ്റ് വരുന്നുണ്ട്. പിന്നെ എല്ലാം 2x2 ആണ് വരുന്നത് കേട്ടോ. ഒരു സൈഡിൽ 2, മറ്റേ റൈറ്റ് സൈഡിലും 2, 40 സീറ്റ് കേട്ടോ. അതിൽ നമുക്ക് ഏകദേശം 35 സീറ്റോളം പുഷ് ബാക്ക് ചെയ്യാം. ഇത് വാഹനം AC വണ്ടിയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയേക്കുന്നത്. AC ഉണ്ട്, നോൺ ACയിലും ചെക്കൻ അവൈലബിൾ ആട്ടോ. ഈ 40 സീറ്റിൽ 35 സീറ്റ് പുഷ് ബാക്കും 5 സീറ്റ് ഫിക്സഡ് ആണ്. ഇതിലിപ്പോൾ ട്യൂബ് കത്തിച്ചിട്ടുണ്ട്, ഡിം ലൈറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്, ഒരു ബ്ലൂയിഷ് കളർ. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഇൻറ്റീരിയറിലാണ് സെറ്റ് ചെയ്തതെന്നാണ്. ഈ ഒരു 37 ലക്ഷത്തിന് ചെക്കനെ സിമ്പിളായിട്ട് ഇറക്കാൻ പറ്റും നമുക്ക്, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ നമുക്കൊരു ആംറസ്റ്റൊക്കെ വരുന്നുണ്ട്. എല്ലാ സീറ്റിൻ്റെ നടുവിൽ ഞാൻ ഒരു കിടില സാധനം കാണിച്ചു തരാം കേട്ടോ. ഇവിടെ പുഷ് ബാക്ക് സീറ്റ് ചെയ്യാനുള്ള ഒരു സ്വിച്ചും കാര്യങ്ങളും വരുന്നുണ്ട്. സീറ്റിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മുടെ ന്യൂ ജനറേഷൻ ആൾക്കാർക്കായിട്ട് ചാർജിങ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഇനി നമ്മുടെ ഡ്രൈവറിൻ്റെ ഭാഗത്ത് പോയിട്ട് ചേട്ടാ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റുമെന്നൊന്നും ഇനി ആർക്കും ചോദിക്കേണ്ട കാര്യമില്ല. സീറ്റുകളൊക്കെ നമ്മുടെ വോൾവോയിലുള്ള ടൈപ്പ് സീറ്റുകളാട്ടോ വരുന്നത്. ആ ഒരു എന്താ പറയുക കുഷനിങ്ങും ആ ഒരു തീമിലും എല്ലാ സീറ്റിനും സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട്. ബാക്കിലത്തെ സീറ്റും ഫ്രണ്ടിലത്തെ സീറ്റും ഡ്രൈവർ സീറ്റും എല്ലാ സീറ്റിനും ഒരു സീറ്റിന് പോലും സീറ്റ് ബെൽറ്റ് ഇല്ലാത്തല്ലേട്ടാ. ഇതെല്ലാം സേഫ്റ്റിയുടെ ഭാഗം കൂടിയായിട്ടാണ് സംഭവം വരുന്നത്. ഒരു GPS സംവിധാനത്തിൻ്റെ സ്വിച്ച് കാണാം. പിന്നെ നമ്മുടെ വാഹനത്തിൽ ടി എന്ന് പറയുന്നില്ല, അത് നമ്മുടെ ഡോറ് തുറന്ന് കിടക്കണതിൻ്റെയാണ് ആ ഒരു സൗണ്ട് വരുന്നത്. ഇതാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ. സെൻട്രൽ ACയുടെ യൂണിറ്റ് കാണാം. അതുപോലെ തന്നെ ഇതാണ് എമർജൻസി എക്സിറ്റ് ഇവിടെയും വരുന്നുണ്ട് ഇങ്ങനെ ഈ രീതിക്ക്. അത് മാത്രമല്ല AC ഇടാതെ തുറന്നു പോകണമെങ്കിൽ അന്ന് തുറന്നും വെക്കുകയും ചെയ്യാം വേണമെങ്കിൽ. ഈ ഭാഗത്ത് അത്യാവശ്യം നല്ല യൂട്ടിലിറ്റി സ്പേസ് വരുന്നുണ്ട് കേട്ടോ. താഴെ ലഗേജ് ബോക്സ് വേറെ വരുന്നുണ്ട്. ഏറ്റവും ബാക്കിലും ഓരോ സീറ്റിൻ്റെ ഇടയിൽ ചാർജിങ് ഫെസിലിറ്റി വരുന്നുണ്ട്. ഇവിടെയും സീറ്റ് ബെൽറ്റ് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ എമർജൻസി എക്സിറ്റിൻ്റെ ഡോറ് ഈ സൈഡിലായിട്ടാണ് വരുന്നത്. ഇങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ. വാഹനത്തിൻ്റെ ഇരുന്ന് പോകുമ്പോഴുള്ള സസ്പെൻഷനും കുഴപ്പമില്ല ഏറ്റവും ബാക്കിൽ. ഇനി നമുക്കൊന്ന് ഓവറോൾ ആയിട്ടൊന്ന് നോക്കിയാലോ വാഹനം. ഇതാണ് ഗൈസ് ഏറ്റവും പുതിയ മാർക്കപ്പോളോ 40 സീറ്റ് കേട്ടാ. എന്തിട്ടല്ല ടാറ്റയ്ക്ക് വേറെ ലെവലായി. 37 ലക്ഷത്തിന് അത്യാവശ്യം ഒരു ലക്ഷറി ഫീച്ചേഴ്സ് ഉള്ള വാഹനം കിട്ടാന്ന് പറഞ്ഞാൽ പിടയ്ക്കൂല. സിമ്പിളായിട്ട് നമുക്ക് ചാരി കിടന്നിട്ടൊക്കെ യാത്ര ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല നമ്മുടെ ഓരോ സീറ്റിൻ്റെ ഇടയിലും കണ്ട ചാർജിങ് സംവിധാനങ്ങളുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചെന്നായിരുന്നു. അത്രയും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ. ഈ സൈഡിലായിട്ടാണ് നമ്മുടെ കണ്ട, ഇപ്പം ഞാൻ സ്ട്രെയിറ്റ് ആയിരിക്കണം. ഇനി ഇതിങ്ങനെ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കണ്ട ബാക്കിലേക്ക് ഇത്രയും മാക്സിമം നമുക്ക് ചാരി കിടക്കാനൊക്കെ പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കയറി വരുമ്പോഴുള്ള സിംഗിൾ സീറ്റിനെ പോലും ഇവിടെ ചാർജിങ് സംവിധാനം കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 ചാർജിങ് സംവിധാനം കിടച്ചില്ലേ. അതിനും സീറ്റ് ബെൽറ്റ് ഉണ്ട്. 2 സൈഡിലും നമ്മുടെ ആംറസ്റ്റും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകൾ. വാഹനം ഫുള്ള് AC ആണ് കേട്ടോ. ഇനി നമുക്കൊന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി നോക്കാം. ഇവിടെ 2 സ്ഥലത്ത് ചവിട്ടിയിട്ട് ഇങ്ങനെ ചവിട്ടിയിട്ട് ഇവിടെ പിടിക്കുക. ലോഡ് കീകളുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കീ കിട്ടിയിട്ടുണ്ട്. ഇതന്നെ സാധനം അടച്ചാലോ. നമുക്കൊന്ന് വാഹനം ഒന്ന് ഓണാക്കിയേക്കല്ലോ. എന്തിട്ടാ ലെവലല്ലേ സംഭവം, അടിപൊളിയായില്ലേ. ഇതൊക്കെയാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും കാര്യങ്ങളും. ഇവിടുത്തെ മൊത്തം ഐറ്റംസ് ഒരു ഡ്രൈവർക്ക് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ രീതിക്കുള്ള ഒരു എയ്റോപ്ലെയിൻ കോക്ക്പിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം കേട്ടോ. ഇനി ഈ വാഹനത്തിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് എയർ ഡോർ കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കണ്ട, അത് സിമ്പിളായിട്ട് അടയ്ക്കാനും പറ്റും നമുക്ക് ഇവിടെ. ഇനി ഓണാക്കി നോക്കുമ്പോൾ വാഹനത്തിൻ്റെ ക്ലസ്റ്റർ കാണുമ്പോഴേ നമ്മുടെ ടാറ്റയുടെ ടോറസ് ഇല്ലേ പ്രൈമ, അതേപോലെ തന്നെ ഉണ്ട് ക്ലസ്റ്റർ.
ഇതിൽ നമുക്ക് RPM മീറ്റർ ഉണ്ട്, ഹീറ്റിൻ്റെ മീറ്റർ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഡീസൽ എന്തോരം ഉണ്ട്. പിന്നെ ഇൻറ്റീരിയർ ആ ഡിജിറ്റൽ ക്ലസ്റ്ററിൽ നോക്കുമ്പോൾ ഡെഫ് മീറ്റർ ഉണ്ട്. അതുപോലെ തന്നെ സെറ്റ്, ഡൗൺ, അപ്പ്, പിന്നെ പ്രഷർ എന്തോരം ഉണ്ട്. അതുപോലെ തന്നെ ABSൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് ഇതിൽ സിമ്പിളായിട്ട് കാണാൻ പറ്റൂട്ടോ. എങ്ങനെ നിങ്ങൾക്ക് കാണാമല്ലേ ഇതിൽ. പിന്നെ അതുപോലെ ലൈറ്റ് ആണോ ഹെവി ആണോ ഇതിൽ ഏതിലേക്ക് കിടക്കണേന്ന് കാണാൻ പറ്റും. സെൻറ്റർ ഭാഗത്ത് ഫ്രണ്ട് ഡോർ ഓപ്പണിൻ്റെ ലൈറ്റ്, എമർജൻസി ഡോറിൻ്റെ ലൈറ്റും കാര്യങ്ങളും, പിന്നെ ഡോർ ഓപ്പണിൻ്റെ സ്വിച്ചുകൾ, അതുപോലെ തന്നെ നമ്മുടെ റീജനറേഷൻ്റെ ഒരു സ്വിച്ചുകൾ, ഫാൻ, ഫ്രണ്ടിലത്തെ ഫാനിൻ്റെ സ്വിച്ച് ആട്ടത്. ഡ്രൈവർക്ക് AC ഇല്ലാണ്ട് പോവുകയാണെങ്കിൽ ഒരു ഫാനൊക്കെ ഉണ്ട് ഇവിടെ. അയ്യോ എങ്ങനെയുണ്ട്, ഓരോ കാര്യങ്ങളും നീറ്റായിട്ടാട്ടാ ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ ഡ്രൈവ് മോഡ്, ഹെവി ലൈറ്റിൻ്റെ ആ ഒരു സ്വിച്ചുകൾ, പിന്നെ ഫ്രണ്ടിലത്തെ ലൈറ്റുകൾ. ഈ ലൈറ്റ് മാത്രം വേണമെങ്കിൽ നമ്മുടെ ബാക്കിലത്തെ ആൾക്കാർക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ ഇരിക്കാം. ആ പച്ച സ്വിച്ചും റെഡ് സ്വിച്ചാട്ടാ റീജനറേഷൻ്റെ ആ സ്വിച്ചും കാര്യങ്ങളും. പിന്നെ ഇതാണ് ഹെവി ലൈറ്റ് എന്നുള്ള ആ ഒരു മോഡ്സ് സെൻറ്ററിൽ മാറണ കാണാം. പിന്നെ നമ്മുടെ ചാർജിങ് സംവിധാനം, ഇതിൽ നമ്മൾ എക്സ്ട്രാ ചാർജിങ്ങിൻ്റെ ആ പിന്ന് കുത്തണം. പിന്നെ AC യൂണിറ്റ്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ AC ഓൺ ആവട്ടെ, ലോഡിൽ തന്നെ വണ്ടിയുടെ ലോഡിൽ എടുക്കും. ഇതാണ് വാഹനത്തിൻ്റെ 6+1 ഗിയർ ബോക്സ് വരുന്നത്. അതായത് 6 ഗിയർ ഫ്രണ്ടിലേക്കും 1 ഗിയർ റിവേഴ്സും. എന്തിട്ടല്ല പടച്ചല്ലേ സാധനം. സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ടാറ്റയുടെ പ്രൈമയുടെ ഒരു സെയിം സ്റ്റിയറിംഗ് തന്നെ വേണേൽ വിളിക്കാം നമുക്ക്. അയ്യവാ വണ്ടിയുടെ സൗണ്ട് നോക്കിയേ, പടച്ചല്ലേ സാധനം. വെഡിച്ചിലായിട്ട് വേണ്ടിയിട്ട് സാധനം. ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ആ സൗണ്ട് നോട്ടുണ്ട് എങ്ങനെയുണ്ട്. ഒരു റിയൽ വണ്ടി പ്രാന്തനാണെങ്കിൽ ഈ ഒരു സൗണ്ട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവിടെ. അത് മാത്രമല്ല വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുമ്പോഴേ 3.3 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്, 4 സിലിണ്ടർ, 160 ഹോഴ്സ് പവറാണ് ചെക്കൻ പ്രൊഡ്യൂസ് ചെയ്യണത്. ഇവിടെ നമ്മുടെ ഫയറിൻ്റെ അലാറൊക്കെ കാണാൻ സാധിക്കും. വേറെ ലെവൽ കേട്ടാ. AC ഒന്ന് ഇട്ട് നോക്കുക. വാഹനത്തിൻ്റെ അകത്തത്തെ ടെമ്പറേച്ചർ ആട്ടാ കാണാം. ലോഡ് എടുത്തിട്ടില്ല, ലോഡ് എടുക്കുമ്പോൾ ആ ഒരു വോയിസ് നോട്ട് വേറെ ആട്ടാ വാഹനത്തിൻ്റെ. നമുക്ക് ടെമ്പറേച്ചർ കുറച്ചിടാം, അത് എത്രയെല്ലാം വെച്ചാൽ സെറ്റ് ചെയ്തിടാം. ഓട്ടോമാറ്റിക്ക് വേണമെങ്കിൽ ഓട്ടോമാറ്റിക് ഇടാട്ടാ. ഇപ്പോൾ കൂളിംഗ് ഓണാണ് കിടക്കണത്. ഗിയറൊക്കെ പഴം പോലെ ആയിട്ടിരിക്കണേ, ഫസ്റ്റ് സെക്കൻഡൊക്കെ നമ്മൾ ഓടിച്ച് നോക്കി. ചെറിയൊരു രീതിക്ക്, വലിയ രീതിക്കല്ല, നൈസായിട്ടുണ്ട് വാഹനം. അതുപോലെ തന്നെ റിവേഴ്സ് ഇടണമെങ്കിൽ റൈറ്റിലേക്ക് ചെറിയൊരു തട്ട് വെച്ച് കൊടുത്തിട്ട് വേണം റിവേഴ്സ് ഇടാൻ വേണ്ടി. നമ്മുടെ ഹാൻഡ് ബ്രേക്ക്, ഫയറിൻ്റെ ഒക്കെ ഒരു സൗണ്ട് നോക്കിയേ. ഒരു റിയൽ വണ്ടി പ്രാന്തന് ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അതിനകത്ത്. നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും എല്ലാ കാര്യങ്ങളും. 10.5 മീറ്ററിൻ്റെ കണ്ടെന്ന് നീങ്ങുമ്പോൾ തന്നെ നമ്മൾ അറിയില്ല, ഒരു കാറ് നീങ്ങണ പോലെയാണ് സംഭവം നീങ്ങണേ. ക്ലച്ച് വിടുമ്പോഴേക്കും വണ്ടി ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുക ഫ്രണ്ടിലേക്ക്. നമ്മുടെ RPM മീറ്റർ ഇങ്ങനെ കയറിയിരിക്കണ കാണാം. അതിൽ ന്യൂട്രലിൻ്റെ ഇൻഡിക്കേഷൻ ഉണ്ട്. അതുപോലെ ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ഡ്രൈവിൻ്റെ ഇൻഡിക്കേഷൻസും കാണാം. ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റേഴ്സും ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ഇനി ഒന്ന് റിവേഴ്സ് കണ്ട ഇങ്ങനെ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് വേണം റിവേഴ്സ് ഇടാൻ. ഇപ്പോൾ 4th റിവേഴ്സ് ആവണമെങ്കിൽ ഒരു കണ്ട ഒരു തട്ടും കൂടി കൊടുത്തു കഴിഞ്ഞാൽ സെറ്റ് റിവേഴ്സ്. ഇത് ആ സ്ക്രീനിലും കൂടെ കാണിക്കും. പിന്നെ നമ്മുടെ റിവേഴ്സ് സെൻസർ കണ്ട ആ ഒരു സൗണ്ടും കാര്യങ്ങളും ആകെ മാറിയിട്ടാ. കാര്യങ്ങളൊക്കെ ആകെ മാറിയിട്ടുണ്ട്. ന്യൂട്രൽ ഇട്ട് കഴിഞ്ഞാൽ ന്യൂട്രലിൻ്റെ ആ ഇൻഡിക്കേഷൻസും കാണിക്കും കേട്ടോ അകത്ത്. ഇപ്പം നമ്മൾ റിവേഴ്സാണ് ഇട്ടാണ് കണ്ട 6 ന്യൂട്രൽ ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ N കണ്ട N. ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ ഏറ്റവും പുതിയ വിശേഷം. സ്റ്റിയറിംഗ് ആയിക്കോട്ടെ, നമുക്കൊരു വല്ലാണ്ട് ഒരു ലോഡ് കൊടുത്ത് തിരിക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ഹാൻഡ് ബ്രേക്ക് ഇടാം, അവിടെ സെറ്റായി കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് AC ഒക്കെ അത്യാവശ്യം നല്ല പവറുണ്ട് കേട്ടോ. ഒരു സിമ്പിളായിട്ട് ആ എഞ്ചിൻ്റെ നോട്ടൊന്നും അകത്തേക്ക് അധികം കേൾക്കുന്നില്ല, ഡിസ്റ്റർബൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. വാഹനം തണുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ആ ഒരു ലൈറ്റുകൾ, നമ്മുടെ ചാർജിങ് പോർട്ടിൻ്റെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ ചാർജിങ്ങിന് ആൾക്കാർ കുത്തുമ്പോൾ ശ്രദ്ധിക്കുക, അത് അതിൻ്റെ ആ ഒരു പിൻ കറക്റ്റാണോ നിങ്ങൾ കുത്തുന്ന ആ ഒരു രീതിയിൽ നിന്ന് നോക്കണം. പല ബസ്സിലും ഈ സംഭവം നശിപ്പിച്ചിട്ട രീതിക്കാണ് കിടക്കണം. എന്താ വെച്ചാൽ കുത്താറിയാണ്ട് അങ്ങോട്ട് വെച്ച് കുത്താണ് എല്ലാവരും. AC യൂണിറ്റ് വരുന്നുണ്ട് സെൻറ്ററിൽ, അവരുടെ കമ്പനിയുടെ ആ ഒരു ലോഗും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇനി വാഹനത്തിൻ്റെ AC യൂണിറ്റ് കാണിച്ചിരുന്നത്, ഇതാണ് വാഹനത്തിൻ്റെ AC യൂണിറ്റ്. മുകളിലാണ് വരുന്നത്, റൂഫ് ടോപ്പിൽ കേട്ടോ. ഒരു 3 ഫാൻ്റെ യൂണിറ്റ് കാണണ്ട. ആ ഒരു സൗണ്ട് നോട്ടാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പുറത്തത്തെ സൗണ്ടുകളാട്ടോ, ഏറ്റവും റൂഫ് ടോപ്പിലത്തെയാണ്. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട്. അത്യാവശ്യം വാഹനത്തിൻ്റെ ബുക്കും പേപ്പറുകളും പിന്നെ വേണ്ടപ്പെട്ട ചാർജിങ് സാധനങ്ങളൊക്കെ ഇവിടെ വെക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഈ ഡോറ് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് ഈ ഒരു ഡോറ് വേണമെങ്കിൽ നമുക്ക് തുറന്നിടാൻ പറ്റും. എങ്ങനെയുണ്ട്? AC ഇല്ലാണ്ടൊക്കെ പോയിട്ട് ഈ ഡോറ് തുറന്നിട്ട് പോകണ്ടല്ലോ, നല്ല കാറ്റ് കയറും. ആ ഒരു രീതിക്കാണ് അതിൻ്റെ ഫ്ലോയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാണ്.
പക്ഷെ മഴ സമയത്തൊന്നും തുറന്ന് ഇട്ട് പോകാൻ പറ്റില്ല. പിന്നെ ഇവിടെ നമ്മുടെ ബോർഡ് വെച്ചിട്ട് ഓടണമെങ്കിൽ ആ രീതിക്ക് ഓടാം. ഒരു ബോർഡും കാര്യങ്ങളും കാണാൻ സാധിക്കും. സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ആ ഫയറിൻ്റെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളും യൂണിറ്റാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ റൂഫ് ടോപ്പിലും കാണാൻ സാധിക്കും കേട്ടോ. വാഹനത്തിൻ്റെ എയർ ബ്രേക്കും എയർ ക്ലച്ചാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഫയറിൻ്റെ സെറ്റപ്പുള്ള സേഫ്റ്റി ഐറ്റംസ്. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് നമ്മുടെ തൃശ്ശൂരിലുള്ള അബ്രിക്കോ മോട്ടോഴ്സാണ് വാഹനം ടാറ്റയുടെ ഈ ഏറ്റവും പുതിയ വാഹനം എത്തിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എൻക്വയറിയും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് ഞാൻ താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചാൽ അറിയാം. അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഓഫേഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടാ. മറക്കല്ല ചെയ്യാനായിട്ട്. വൈപ്പറൊക്കെ ഉണ്ടല്ലോ ജില്ല് പോലെയായിട്ട് ഇരിക്കണം. ഫുള്ളങ്ങടെ സ്ക്രീനങ്ങ് പഠിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വാഹനം ഓഫാക്കിയാലോ? അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ വീഡിയോയുടെ? ജസ്റ്റ് AC യൂണിറ്റ് ഓഫാക്കിയിട്ട് നമുക്ക് ഓഫാക്കാം ഫുള്ള്. അപ്പോൾ എല്ലാവരും മറക്കല്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമ്മുടെ വീഡിയോ.